ഹലോ ഗൈസ്, വെൽക്കം ടു ഏരിസ് ആൻഡ് സോ നമുക്കിന്നൊരു രുചികരമായ മുട്ടക്കറി വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 സവാള. അത് ഞാനിങ്ങനെ നെടുകയും കുറുകയും കട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് അരിഞ്ഞതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി വന്നത്. 2 സവാളയേ ഉള്ളൂ. അതും ഒരു 1.5 പച്ചമുളകും 2 ഏലയ്ക്ക, ഒരു വയണയില ഫ്ലേവറിന്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ആവശ്യത്തിന് എടുത്തു വയ്ക്കുക. മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ആ എണ്ണയിലേക്ക് സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് കൂടി ചേർക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടി കിട്ടും. അതിലേക്ക് ഒരു പാത്രം വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വേവാൻ അനുവദിക്കണം. ആ സമയത്ത് നമ്മൾ ഇരിക്കുന്ന 2 ഏലയ്ക്ക നന്നായിട്ട് ചതച്ചിടുക. അതിനോടൊപ്പം ആ വയണയിലയും ചേർക്കുക. ശേഷം 1.5 പച്ചമുളകുള്ളത് അരിഞ്ഞ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് അത് പിടിക്കാൻ അടച്ചു വയ്ക്കാം. ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ പേസ്റ്റ് പരുവത്തിലാക്കിയോ നമുക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ അതുകൂടെ ചേർക്കാം. 3 മുട്ടയാണ് ഞാൻ ഈ കറിയിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ 3 മുട്ട പുഴുങ്ങി ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കൂട്ടിലേക്ക് നമ്മൾ മസാലകൾ ഇടണം. അതിന് ഞാൻ ആക്ച്വലി ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള സ്പൈസിനനുസരിച്ചാണ് മസാല ഇടുന്നത്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂണ് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ആ സ്പൂൺ അളവ് നമുക്കതിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ഇടുന്നുണ്ടെന്ന്. 2 സ്പൂണ് മുളകും, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും, 1 സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ചേർത്തിളക്കി ആ പച്ചമണം ഒന്ന് മാറി വരുന്നിടം വരെ നമ്മളതൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ചൂടായി വരട്ടെ, അതൊന്ന് സെറ്റായി വരാൻ വയ്ക്കാം. എന്നിട്ട് അതിനകത്തേക്ക് വേണം നമ്മൾ സ്വല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ഇരുന്നൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു തക്കാളി എടുത്തേക്കുന്നത്, ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടച്ചു വെച്ച് അത് വേവട്ടെ. അത് വേവുന്ന സമയത്ത് ഈ മുട്ട കൂടി നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അകത്തോട്ട് മസാല പിടിക്കാനും നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. അങ്ങനെ ഇട്ട് അത് തിളയ്ക്കട്ടെ. ഒരു സൈഡിൽ കൂടെ അതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഇട്ട് കറിവേപ്പില ഇട്ടൊരു ചെറിയൊരു കടുക് വറ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കറിയുടെ മുകളിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മളുടെ രുചികരമായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.